നാടിനെ കണ്ണീരണിയിച്ച മിന്നൽ ദുരന്തത്തിൽ മരിച്ച സുഹൃത്തുക്കളായ 4 യുവാക്കൾക്ക് നാട് വികാരനിർഭരമായി വിട നൽകി. മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വിയോഗം തീരാനോവായി. തിരക്ക് പിടിക്കരുതെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്ത് പതുക്കെ അവിടെ വൾണ്ടിയേഴ്സ് നിയന്ത്രിച്ചാൽ മതി. എല്ലാവരും വൾണ്ടിയേഴ്സിനോട് സഹകരിക്കണം. എല്ലാവർക്കും കാണാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും കണ്ടതിന് ശേഷം മയ്യത്തുകളുടെ ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കുകയുള്ളൂ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. 4 പേരുടെയും മൃതദേഹങ്ങൾ ബുധനാഴ്ച രാവിലെ 11:30 കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനെത്തിച്ചു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വൻ ജനാവലി അന്തിമോപചാരം അർപ്പിക്കാനെത്തി. നമ്മുടെ വരി വളരെ പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. ആരും തിരക്ക് കൂട്ടേണ്ടതില്ല. വോളണ്ടിയേഴ്സ് പറയുന്നത് പൂർണ്ണമായും അനുസരിച്ചാൽ ഒരു പ്രയാസമില്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. ലൈനില് ഒന്നിച്ച് എല്ലാവരും ലൈനായി നിന്ന് 4 മയ്യത്തുകളെയും കാണാനുള്ള സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് അതത് വീടുകളിലേക്ക് കൊണ്ടുപോയി. മലയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. മങ്കടയ്ക്കു സമീപം വെള്ളില കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 ദുരന്തം. വ്യൂ പോയിന്റിൽ കാഴ്ച കാണാനെത്തിയ വെള്ളിലമലയിൽ പുതുക്കുടി അലിയുടെ മകൻ 20 വയസ്സായ റഹീസ്, പുത്തൻവീട്ടിൽ കൂരിമണ്ണിൽ സെയ്തലയുടെ മകൻ ബഹാസ് 18 വയസ്സ്, ആലിക്കാപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ് 18 വയസ്സ്, കറുത്താൻകുത്ത് നിസാറിന്റെ മകൻ ഫഹദ് 22 വയസ്സ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ട് വെള്ളിലയിലെ വ്യൂ പോയിന്റിലെത്തി സായാഹ്നം ആസ്വദിക്കാൻ എത്തിയതായിരുന്നു 7 അംഗ കൂട്ടുകാർ. സായാഹ്ന ചോപ്പ് മാറി മാനം കറുത്തപ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിലും കരിനിഴൽ പടർത്തുമെന്ന് അവർ നനച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് ശക്തമായ മഴയും മിന്നലും ഉണ്ടായത്. തുറസായ പ്രദേശമായതിനാൽ നേരിട്ട് മിന്നലേൽക്കുകയായിരുന്നു. കണ്ണടച്ചു തുറക്കും മുൻപേ മങ്കടയെ മരണമയമാക്കി ആ മിന്നൽ. CCN പെരിന്തൽമണ്ണ.